വിശാൽ നായകനായ മകുടം കണ്ടു. മകുടം വേറെ ലെവൽ ചിത്രം, വേറെ ലെവൽ. നിങ്ങൾ മസ്റ്റ് വാച്ച് മൂവിയാണ്, മസ്റ്റ് വാച്ച്. ഗൈസുകളെ, നിങ്ങൾ പോകുക, 3 മണിക്കൂർ മിച്ചം തിയേറ്ററിൽ ഇരുന്ന് കണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഞാനിരുന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡീഗ്രേഡിങ്ങാണ്. നമ്മളെപ്പോലുള്ളവന്മാരെ ഡീഗ്രേഡ് ചെയ്ത് പടം കൊളാക്കുക എന്നല്ലേ എല്ലാവരും പറയുന്നത്. മകുടം പേരൊക്കെ നല്ല രസം കേട്ടോ കേൾക്കാൻ വേണ്ടി. വിശാൽ നായകനായ ചിത്രമാണ് മകുടം. മകുടത്തിൽ വിശാൽ അച്ഛനായിട്ടുമുണ്ട്, മകനായിട്ടുമുണ്ട്. പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്യുന്നത്, പുള്ളി തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. സ്റ്റോറി വേറെ ആരുടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ആക്ടർ നല്ലവണ്ണം എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പം അയാൾക്ക് തോന്നുന്ന ഒരു ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ, സ്ക്രിപ്റ്റും അതിൻ്റെ ഒപ്പം തന്നെ സ്ഥിരമായിട്ട് തമിഴ് പടങ്ങളിൽ കാണുന്ന പോലെ അച്ഛൻ, മകൻ, അമ്മൂമ്മ അഭിനയിച്ച് പല നടന്മാരുമുണ്ട്. അവരെ പോലെ ഒന്നും ആയില്ലെങ്കിലും 2 ക്യാരക്ടറിൽ എടുക്കണ്ടേ. തമിഴ് പടത്തിൽ അല്ല തെലുങ്ക് പടത്തിലൊക്കെ അച്ഛൻ മകനൊക്കെ ഒരേപോലെ ആകുന്നത് സ്ഥിരമാണ്. അവർക്കതൊക്കെ ഒരു ഹരമാണ്, ഹരം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മെഡിക്കൽ റെപ്പായ ഒരു മന്ദപ്പനായ ക്യാരക്ടർ, അങ്ങനെയാണ് വിശാൽ മന്ദപ്പന എന്നല്ല പറഞ്ഞാൽ ആ ക്യാരക്ടർ, മന്ദപ്പനായ കഥാപാത്രമായ വ്യക്തിയുടെ ജീവിതമാണ് പറഞ്ഞു പോകുന്നത് ഈ ഫസ്റ്റ് ഹാഫിന് ശേഷം ലിംഗ എന്ന് പറഞ്ഞ ഒരു വൃദ്ധന, അതായത് ഈ വിശാലിന്റെ അച്ഛൻ, ലിംഗയുടെ കഥയാണ്. വേറെ ലെവൽ, വേറെ ലെവൽ മൂവിയായി മാറുവാണ്. ഈ പടത്തിൽ വിശാൽ നല്ലോണം അഭിനയിച്ച് വെറുപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയത്. മേക്കപ്പ് ഒക്കെ വെറുതെ. അശ്വൻ കോക്ക് റിവ്യൂവിന് വരുന്ന ഉപയോഗിക്കുന്ന വിഗ്ഗുകൾ ഇതിലും ഭേദം തോന്നുന്നു. ആ വെച്ചു കൊടുത്തിരിക്കുന്ന വിഗ്ഗൊക്കെ, ഇത് എവിടെ നിന്നാണ് ഇങ്ങനത്തെയുള്ള വിഗ്ഗുകളൊക്കെ കിട്ടുന്നത്? ഇത്രയും ബഡ്ജറ്റ് മൂവി ചെയ്യുമ്പം കുറച്ചുകൂടി ഒരു ക്വാളിറ്റി വിഗ് യൂസ് ചെയ്തുകൂടെ? ഈ ഇത്രയും ചപ്പറാച്ചി വിഗ്ഗൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു നിങ്ങൾക്ക്? ഇത്രയും ബഡ്ജറ്റ് ചെയ്യുന്നൊരു മൂവിയല്ലേ. വിശാൽ കരയുന്നതൊക്കെ കണ്ട് കരയുവാണോ ചിരിക്കുവാണോ എന്താന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇയാൾ കൊണ്ട് മോഹൻലാലിനോട് ഒരു പടം ചെയ്തിരുന്നു വില്ലനായിട്ട്. പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്, മോഹൻലാൽ പടത്തിൽ ഇയാൾ വില്ലനായിരുന്നു ഈ വിശാൽ. എല്ലാം ഒന്നും വിശാലിന് അങ്ങ് സെറ്റാറില്ല. പക്ഷെ നല്ലത് പുള്ളി ചെയ്യാറുണ്ട്. പുള്ളി നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കിടിലൻ മൂവീസ് വരാറുണ്ട്. പുള്ളിയെ അറിഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതി പടം ചെയ്തിട്ടുള്ള നല്ല പടങ്ങളുണ്ട്. അപ്പൊ ഈ പടം പുള്ളി വെറുതെ എന്തിനാണ് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നു, സ്ക്രിപ്റ്റ് ചെയ്യുന്നു, അതിന്റെ ഇടയ്ക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്രയും ടാലന്റ് ഉള്ള എത്രയോ ആൾക്കാരുണ്ട്. ഋഷഭ് ഷെട്ടിനെയൊക്കെ കാണാൻ പുള്ളി ചെയ്യുന്നില്ല. അതുപോലെ ആകാൻ വേണ്ടിയൊക്കെ ആയിരിക്കും പുള്ളി ചിലപ്പം നോക്കുന്നത്. പടത്തെ ഡീഗ്രേഡ് ചെയ്യല്ല, കുറച്ചുകൂടെയൊക്കെ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്യേണ്ട ഒരു മൂവിയായിരുന്നത്. ഒന്നാമത്തെ കാര്യം, കഥയൊക്കെ സ്ഥിരം പറഞ്ഞു പോകുന്ന കഥ. അതാണ് മേക്കപ്പൊക്കെ ഇത്രയും ബോറാക്കിയത്. എന്താണ് ഇത്രയും നല്ല ബഡ്ജറ്റ് പടം ചെയ്യുമ്പോൾ വിഗ് വെക്കുന്ന കാര്യത്തിൽ, മേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, VFX ചെയ്യുന്ന കാര്യത്തിൽ എന്താണെങ്കിലും പൈസ മുടക്കുവാണ്. എന്നാൽ പിന്നെ അതങ്ങ് ക്വാളിറ്റി ചെയ്തുകൂടെ? പിന്നെ ഈ പടത്തിന്റെ ഒരു കഥയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ സ്ഥിരം പറഞ്ഞു പോകുന്ന സാധനം. തമിഴ് പടത്തിൽ ഇതുപോലത്തെ കഥകൾ എന്തുമാത്രമാണ്. പറഞ്ഞാലും അവർക്ക് തീരത്തില്ല ഈ കഥ. എനിക്ക് തമിഴ് പ്രേക്ഷകർക്ക് ഇത് വലിയ ഇഷ്ടമാണ്. ഇതിപ്പം വിജയോ രജനീകാന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ജനം ഇടിച്ചു കയറും. ഇപ്പം വിശാലായതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. ആൾക്കാർ ഇപ്പം തമിഴ്നാട്ടിൽ ചിലപ്പം കളക്ഷൻ കാണും കേട്ടോ. ഇത് മറ്റ് സംസ്ഥാനത്തിലൊക്കെ ഇപ്പം കേരളത്തിൽ നിന്നും നോർത്തിൽ നിന്നൊക്കെ കളക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. തമിഴ്നാട്ടിൽ നോക്കിയാൽ അവിടുത്തെ പ്രേക്ഷകർക്ക് ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ വേണ്ടി എല്ലാം ഒന്നും എല്ലാവർക്കും ഡൈജസ്റ്റ് ആകത്തില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പടം മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ പടത്തിന്റെ ഡബിങ്ങും എല്ലാം എന്തൊക്കെയോ. മാർക്ക് ആന്റണിയൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ കണ്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. വേറെ ഒരു ടൈപ്പ്. ഞാൻ അത് പ്രതീക്ഷിച്ചാണ് ആക്ച്വലി പോയത്. എന്താണെങ്കിലും ഈ പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഗൈസ്. എന്താണെങ്കിലും ഗൈസുകളെ നിരുത്സാഹപ്പെടുത്താതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വേറെ ലെവൽ, അതുക്ക് മേൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞാൻ മൊത്തം ഇവിടെ പറയത്തില്ല, സ്പോയിലർ ആക്കില്ല ഞാൻ. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ എൻ്റെ കയ്യിലല്ല. സിനിമയല്ലേ, സിനിമ പലവർക്കും പല എക്സ്പീരിയൻസ് ആണ്. എനിക്കിഷ്ടപ്പെടുന്ന പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പടം വേറെ ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി 3 മണിക്കൂർ നിങ്ങളുടെ വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ തന്നെ റിവ്യൂ പറ. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് കണ്ട എക്സ്പീരിയൻസ് പറയുകയാണ്. 3 മണിക്കൂർ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അമ്മാതിരി ഒരു വധമായിട്ടാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ഈ പടം എനിക്ക് വർക്കൗട്ടായില്ല. ഇതാണ് സിനിമാക്കാരുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ടായെങ്കിലോ പറയാൻ പറ്റത്തില്ലല്ലോ. ഈ പടത്തിൻ്റെ മ്യൂസിക് GV പ്രകാശാണ്. പുള്ളി അത്യാവശ്യം വൃത്തിക്ക് മ്യൂസിക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വിശാലിൻ്റെ പടങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ കാണുന്നതാണ്. ചില പടങ്ങൾ വിശാലിൻ്റെ കിടിലൻ മൂവീസാണ്, ചില പടങ്ങൾ അട്ടർ ഫ്ലോപ്പാണ്. ഒന്നാമത്തെ കാര്യം ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ അകത്തുള്ള പ്രശ്നമാണ്. പിന്നെ ചില കാര്യങ്ങൾ വിശാൽ ചെയ്യുമ്പം ചിലയിടത്തൊക്കെ ഓവർ ആക്ടിങ് വരുന്നുണ്ട്. എല്ലായ്പ്പോഴും അല്ല, ചില സമയങ്ങളിലൊക്കെ. വിശാലൊക്കെ ഒരു സെക്കൻഡ് റോ ആക്ടേഴ്സാണ്. ഫസ്റ്റ് റോ നമുക്കറിയാം, വിജയ്, സൂര്യ, രജനീകാന്ത്, അങ്ങനെയുള്ള വലിയൊരു നിരയുണ്ട്. ഇത് ഒരു സെക്കൻഡ് റോയാണ്. സെക്കൻഡ് റോയിൽ നിൽക്കുന്ന ആക്ടേഴ്സിൻ്റെ അകത്ത് വിശാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറാണ്.
ഞാൻ വിശാലിൻ്റെ എല്ലാ പടങ്ങളും കാണാറുണ്ട്. ചില പടങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാറില്ല, ചില പടങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. പ്രതീക്ഷ ഉണ്ടായിരുന്നു വിശാൽ മൂവി എന്ന് പറയുമ്പം അത്യാവശ്യം കാണാം എന്നുള്ളൊരു പ്രതീക്ഷയാണ്. തീരെ ബോറായിരിക്കില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നുള്ളത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഒരു എന്താ പറയുന്നത്, ഇതുപോലത്തെ മൂവീസ് ഒരുപാട് ഉണ്ടാകാറുണ്ട്. പണം മുടക്കി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് തന്നെ പറയണ്ടോ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഈ ചിത്രങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രയൊക്കെ അല്ലേ, പിന്നെ നിങ്ങളൊരു വിശാൽ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷററോ മെമ്പറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് പടം കണ്ടുകൊണ്ടിരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. നമ്മളാരും വിശാൽ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷററോ മെമ്പറോ ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അതൊക്കെ അരോചകമായി ഫീൽ ചെയ്യും. പടം എക്കാലവും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുമ്പം നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷനോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിയാക്ട് ചെയ്യും. അതുപോലെ പലരും റിയാക്ട് ചെയ്യുന്നത് ഞാൻ തിയേറ്ററിൽ കണ്ടായിരുന്നു. ഞാൻ റിയാക്ട് ചെയ്യും. നമുക്ക് പിന്നെ എല്ലാ പടങ്ങളും നമ്മൾ കാണും. അതിപ്പം ഏത് കൾട്ടാന്ന് പറഞ്ഞാലും നമ്മളിരുന്ന് കണ്ട് ഈ പോരും. അത് മോശമാണെങ്കിലും നല്ലതാണ്. എന്നാലും പടത്തിന് പോയി പകുതി കണ്ട് ഇൻ്റർവെൽ വരെ, എന്നാൽ പിന്നെ ബാക്കിയോടെ കണ്ടേക്കാന്നുള്ള രീതിയിൽ ഇരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എത്ര വലിയ ബോറ് പടമാണെങ്കിലും അതിപ്പം നമ്മളൊരു ശീലമാണ്. റിവ്യൂ ഒക്കെ ഇപ്പോഴല്ലേ ഇടാൻ തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ നമ്മളൊക്കെ എല്ലാ പടങ്ങളും പോയി കാണും. സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. വേറൊരു ലോകം, വേറെ കുറച്ച് ക്യാരക്ടേഴ്സ്, നമ്മളെ പ്രസൻറ്റ് ലൈഫിൽ നിന്ന് നമുക്ക് കുറച്ചേരം മാറി ചിന്തിക്കാൻ നമുക്ക് വേറൊരു സ്പേസ് കിട്ടുന്നത് സിനിമയാണ് സത്യം പറഞ്ഞാൽ. വേറെ എവിടെയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത, ചിലർക്ക് ഭക്ഷണം കഴിക്കുന്നത് ഫ്രണ്ട്സുമായിട്ട് ഗെറ്റ് ടുഗദർ ചെയ്യുന്നവരാണ് എനിക്ക് സംബന്ധിച്ച് ഒരു പടം കാണുന്നത്. ആ പടത്തിൽ കാണുന്ന കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷമാണ്. എല്ലാ പടങ്ങൾക്കൊന്നും ഈ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് പരാജയം വരുന്നത്. ഒരു സിനിമ എന്ന് പറയുമ്പം അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ ആക്ടേഴ്സ്, ആ കഥാപാത്രങ്ങൾ, ഇത് ജനങ്ങളോട് സംസാരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു വിജയത്തിൽ. 100-ൽ ഒരു 10 സിനിമയേ ഉള്ളൂ അങ്ങനെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ചിത്രങ്ങളോട് നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. വീണ്ടും 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 കാണാം, ഈ ഒന്നുകൂടെ കാണുക. രണ്ടാമത് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം. എല്ലാവരും പടം ചെയ്യുന്നത് ഒരു ബമ്പർ ഹിറ്റിന് വേണ്ടിയാണ്. ചിലപ്പോൾ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരുടെയും കുഴപ്പമില്ല, അവർക്ക് അവരുടെ ചില റീസൺസ് കാണും. എന്താണേലും ഈ പടം അത്ര ഒരു കംഫോർട്ടബിൾ മൂവിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ പോയി കണ്ടു നോക്കുക, മസ്റ്റ് വാച്ചാണ്. നിങ്ങൾ പോയി കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത് കൊള്ളാവോ മോശമാണോ. നമ്മൾ പറയുമ്പം ഒരുപാട് ആൾക്കാരുടെ അന്നം മുട്ടിക്കുക, കരിയർ കളയുക, സിനിമയെ ഡിഗ്രേഡ് ചെയ്യുക. നീയൊക്കെ ആരാടാ മൈരെ പടത്തെക്കുറിച്ച് പറയുന്നത് എല്ലാവരും എന്ന് പറയും. നമ്മൾ പടം കണ്ട കാര്യം നമ്മൾ സംസാരിക്കുന്നു. പണമുള്ളവൻ പടം മുടക്കുന്നു, പടം ചെയ്യുന്നു, വാരുന്നു, ആ ലാഭം അവർ കൊണ്ടുപോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.